ഹലോ, ഇതിപ്പോൾ വീഡിയോ എന്താണെന്നല്ലേ, ഒരു 6 മന്ത് ഓൾഡ് ബേബിയുടെ ഒരു വീക്കെൻഡ് റുട്ടീൻ കാണിക്കാനാണ് കേട്ടോ ഞാൻ ശ്രമിക്കുന്നത്. കുറേ കാര്യങ്ങളൊക്കെ എടുക്കാൻ സ്കിപ്പായിട്ടുണ്ട്. അപ്പോൾ വീക്കെൻഡ് ഞാൻ ആദ്യം കാണിക്കാമെന്ന് വിചാരിച്ചു. മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോന് സ്കൂളില്ലാത്ത ദിവസം നമുക്കൊന്ന് സമാധാനത്തിൽ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ്, അല്ലെങ്കിൽ ഒരു ഓട്ടപ്പാച്ചിലാണ് കേട്ടോ. രാവിലെ എണിച്ചിട്ട് ആസ് യൂഷ്വൽ റുട്ടീൻ പോലെ തന്നെ അവളുടെ ബോട്ടിൽ കാര്യങ്ങളൊക്കെ കഴുകി വെച്ച് ചൂടുവെള്ളമൊക്കെ വെച്ച് വെക്കും കേട്ടോ. അതിനുശേഷം ഇന്ന് നമുക്കൊരു അൺബോക്സിങ് ചെയ്താലോ. ഇതിപ്പോൾ മീഷോന്ന് വന്നതാണ് കേട്ടോ. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ജസ്റ്റ് ഒരു 120 റുപ്പീസിന് 3 പ്ലേറ്റ്, ഫോർക്ക്, സ്പൂണ്, പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്രൂട്ട് പിക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ. അതെന്താ ഇതിന് പറയാമെന്ന് എനിക്കറിയില്ല. അത്രയും നല്ല രസമാണ്, കുട്ടികൾക്ക് അട്രാക്റ്റീവ് ആയിരിക്കും. ഞാനിപ്പോൾ അവന് സ്നാക്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇതിലൂടെയാണ്. അപ്പോൾ ഇതിലൊരു ചെറിയൊരു അൺബോക്സിങ്ങും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ല വണ്ടർഫുള്ളായിട്ടുള്ള കളേഴ്സാണ്. ഈവൺ ഇപ്പോൾ കളർ ഇളകുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇതും കൂടെ നോക്കി, ഈ പാരറ്റ് പോലത്തെ സംഭവങ്ങൾ, ഫ്രൂട്ട്സ്, എന്ത് രസമാണത് കാണാൻ എന്നറിയും. അത് വെക്കാനൊരു സ്റ്റാൻഡ്, ഒരു ട്രീ പോലെയും ഉണ്ട് കേട്ടോ. അതും നല്ല ക്യൂട്ടാണ്. അതും 3 കളേഴ്സൊക്കെയാണ് അവൈലബിൾ ആയിട്ട് വരുന്നത് കേട്ടോ. ഒരു പ്ലേറ്റിന് ഒരു 40 റുപ്പീസ് പോലും വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. ഇതൊരു സാറ്റർഡേ വ്ളോഗാണ് കേട്ടോ. ഇത് 6 മന്ത്സിൽ ഞാൻ കുട്ടിയെ എങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ്. ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് 7th മന്തിൻ്റെ വീഡിയോയിൽ ഞാൻ ഒരു കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. അതും പ്രത്യേകിച്ച് മോർണിംഗ് റൂട്ടീൻ തന്നെയാണ്, ഉച്ചവരെയുള്ള റൂട്ടീനാണ്. അപ്പോൾ ഇവർ ഉറക്കമായതുകൊണ്ട് ഞാൻ അവൾക്കുള്ള ഫുഡ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഞാനിന്ന് അവൾക്ക് ഓട്സ് പൊരിച്ചാണ് കൊടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ ഓട്സ് എടുത്ത് അത് നല്ലോണം ഞാൻ റോസ്റ്റ് ചെയ്തിട്ട് വെള്ളത്തിൽ നല്ലോണം, സാധാരണ നോർമലി നമ്മൾ ഓട്സ് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ബനാന ഇട്ടിട്ട്, ബനാന കട്ട് ചെയ്തിട്ട് ഒന്ന് ബനാനയും കൂടെ ചേർക്കുക. എന്നിട്ട് രണ്ടും കൂടെ ഒന്ന് അരച്ചെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പാലൊക്കെ ചേർക്കാം കേട്ടോ. പാല് പറഞ്ഞാൽ മിൽക്ക്, നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് ചേർക്കാവുന്നതാണ് ടേസ്റ്റിന് വേണ്ടിയിട്ട്. കാരണം ഓട്സ് നമുക്ക് കുറച്ചും കൂടെ വലുതായി നമുക്ക് ഇങ്ങനെ വേവിച്ച് കൊടുക്കാം. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് ബെറ്റർ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ അവർക്കിങ്ങനെ ചവച്ച് വരുന്നല്ലേ ഉള്ളൂ. 6 മന്ത് ഓൾഡ് ബേബി അല്ലേ, എൻഡ് ഓഫ് 6 മന്ത്സ് ആണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് പുറത്ത് പോവുകയും വേണം. ഇതിനിടയിൽ ഞാൻ മോനെയും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഉണ്ടാക്കണം. ഇതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അവനെ റെഡിയാക്കലൊന്നും ഞാൻ കാണിക്കുന്നില്ല. അതുകൊണ്ട് അവൾക്ക് മെയിനായിട്ടുള്ളതാണ് ഞാൻ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത്. 2 കുട്ടികളെയും വെച്ച് എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ വീക്കെൻഡ് എടുത്തത് തന്നെ. അപ്പോൾ ഓട്സ് ഇത് ഇത്ര ആയ സ്ഥിതിക്ക് ഇതിലേക്ക് ഞാൻ ബനാന സ്മാഷ് ചെയ്തിട്ടിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പോവുകയാണ്. വലിയവർക്കും ചെറിയവർക്കും ഒരുപോലെ ബെനിഫിറ്റ്സ് ഉള്ള സംഭവമാണ് ഓട്സ് എന്ന് പറയുന്നത്. ഓട്സ് കുട്ടികൾക്ക് വെയിറ്റ് ഗെയിനിന് ഒരുപാട് സഹായിക്കും. അതേപോലെ തന്നെ പൊട്ടാഷ്യവും മഗ്നീഷ്യവും ഒരുപാടുള്ള സംഭവമാണ് ബനാന എന്ന് പറയുന്നത്. അതും വെയിറ്റ് ഗെയിനിന് സഹായിക്കും. പിന്നെ ഡൈജഷൻ ഉണ്ടാവില്ല കുട്ടികൾക്ക്, അതിനും നല്ലോണം സഹായിക്കും. ഒരു ഈസി ടു ഡൈജസ്റ്റ് ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് അവൾക്ക് എണീച്ച ഉടനെ, ഇതിപ്പോൾ എണീച്ചിരിക്കുകയാണ്, എണീച്ച ഉടനെ കണ്ണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കും. പെറ്റായിട്ടുള്ള തുണി വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കും. പിന്നെ വായൊക്കെ ക്ലീൻ ചെയ്യും. ചിലപ്പോഴൊക്കെ ഇങ്ങനെ പാലൊക്കെ കുടിച്ച് കിടക്കുമ്പോഴൊക്കെ ഒരു ഡ്രൈനെസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച്, ഡൈപ്പറൊക്കെ മാറ്റി കൊടുക്കും. 2 പേര് ഇപ്പോൾ എണീച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എന്നിട്ട് ഞാൻ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ചതിന് ശേഷം നെക്സ്റ്റ് അവൾക്ക് ഫുഡ് കൊടുക്കാനാണ് പോയത് കേട്ടോ. ചിലപ്പോഴൊക്കെ മടി കാണിക്കുമ്പോൾ ഇതിപ്പോൾ ഏട്ടൻ കളിപ്പിച്ച് കഴിക്കുകയാണ്. അവൻ നല്ലോണം ഹെൽപ്പൊക്കെ ചെയ്യാറുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഏട്ടൻ്റെ ഇത് നോക്കി, ഏട്ടൻ്റെ കളി കണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം ഞാൻ അവിടെ നിന്ന് കുളിപ്പിക്കാൻ കൊണ്ട് കുറച്ച് ഗ്യാപ്പ് കൊടുക്കും കേട്ടോ. അപ്പോഴേ കുളിപ്പിക്കില്ല, കാരണം എന്തായാലും ദേഹത്തും കാര്യങ്ങളൊക്കെ ആവുമെന്ന് പറഞ്ഞിട്ടാണ്, പുറത്തും കൂടെ പോകേണ്ടതാണ്. അതുകൊണ്ടാണ് കഴിച്ച് കഴിഞ്ഞിട്ട് കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നത്. പല്ലൊക്കെ ബ്രഷ് ചെയ്ത് കുറച്ച് അവിടെ നിന്ന് തന്നെ ബാത്റൂമിൽ നിന്ന് തന്നെ കുറച്ച് എണ്ണ തേക്കും. നോർമൽ ഡേയ്സിൽ ഞാൻ കുറച്ച് എണ്ണ തേച്ചൊക്കെ അവൾ കിടത്താറുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് പുറത്ത് പോകണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വേഗം എണ്ണ തേച്ച് ഒരു 2 മിനിറ്റ്സ് ബാത്റൂമിൽ തന്നെ ഇരുന്നിട്ടാണ് കുളിപ്പിക്കുന്നത്. സമയമില്ലാത്ത ദിവസങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ, ഫ്രാങ്കായി പറയുകയാണ്. ഇപ്പോൾ അവൾക്ക് ബാത്റൂമിൽ നിന്ന് ഞാൻ എണ്ണയൊക്കെ തേച്ചൊരു 2 മിനിറ്റ്സ് ഇരുന്ന് ചെറു ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുകയാണ്. കുളിപ്പിക്കാനൊന്നും അവൾക്ക് കരച്ചിലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. മൂത്ത ആൾക്ക് ഭയങ്കര കരച്ചിലാണ്, അവൻ ഇപ്പോഴും കരയും.
ഞാൻ സെറ്റാഫിലിൻ്റെ പ്രൊഡക്ട്സാണ് യൂസ് ചെയ്യുന്നത്. കുളിപ്പിക്കാൻ വെർജിൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം അവളെ കുളിപ്പിച്ച് റെഡിയാക്കി, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് പുറത്ത് പോകാനുണ്ടായിരുന്നു. അതിനുശേഷം ഞാനും ഏട്ടനും ഒക്കെ റെഡി ആവണം. അവനെ റെഡിയാക്കണം. അവനെ റെഡിയാക്കൽ അതിനേക്കാട്ടും വലിയ കടമ്പയാണ്. അപ്പോൾ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. മറ്റൊരു വീഡിയോയിൽ ഇതെന്തായാലും ഞാൻ ഡീറ്റെയിൽഡായി കാണിക്കുന്നതായിരിക്കും. ഇതൊരു അൺപ്ലാൻഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. 6 മന്ത്സിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. കാരണം സോളിഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് പ്ലാനിങ് കുറവായിരിക്കും, ഡിഫിക്കൽട്ടി ആയിരിക്കും. അപ്പോൾ ഇതൊരു യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ സുന്ദരിക്കുട്ടി കുളിച്ചൊക്കെ വന്ന് എല്ലാ റൊട്ടീൻസൊക്കെ ചെയ്ത് ഡ്രസ്സ് ചെയ്തു കേട്ടോ. ഇതിനിടയിൽ ഏട്ടൻ ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. ഇടയിൽ ആൾ നന്നായിട്ട് കിടന്നുറങ്ങി പോകുമ്പോൾ ഞങ്ങളിപ്പോൾ ഇലക്ട്രോണിസിറ്റിയിലേക്കാണ് പോകുന്നത്. ഞങ്ങളൊരു ഫ്ലാറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ കൊല്ലമായിട്ടോ, അത് 3 വർഷമായി അണ്ടർ കൺസ്ട്രക്ഷൻ ആയിരുന്നു. അപ്പോൾ അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇൻറ്റീരിയർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നേരെ ഫ്ലാറ്റിലേക്ക് പോവുമായിരുന്നു. കാരണം എനിക്ക് കുട്ടികളെ വെച്ച് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇൻറ്റീരിയർ ചെയ്യണത്. ഏട്ടനായിരുന്നു ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് പോയത്, വീക്കെൻഡ് പോയത്. അപ്പോൾ എല്ലാവരും എടുത്തു പൊക്കി പോവും വേണം, ആരെയും വിട്ടിട്ട് പോകാനും പറ്റാത്തൊരവസ്ഥയല്ലേ. അതാണ് കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. പക്ഷേ അത് റൊട്ടീനാക്കി ഞങ്ങളിതിപ്പോൾ ഫ്ലാറ്റിലെത്തി. ഫ്ലാറ്റിൻ്റെ വിശേഷങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് പറയാം കേട്ടോ. ഞാൻ അതിലൊരു സർപ്രൈസ് വേണ്ടേ. അപ്പോൾ ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് എത്തി. അവിടേക്കൊന്ന് കണ്ടതിന് ശേഷം നേരെ ലഞ്ച് കഴിക്കാൻ ഞങ്ങൾ റൂറൽ ബ്ലൂസിൽ തന്നെയാണ് വന്നത്. ഞങ്ങൾക്കതൊരു കംഫേർട്ട് ലെവലാണ് കേട്ടോ അവിടെ. കാരണം കുട്ടികളാവുമ്പോൾ ഇരിക്കും, സമാധാനമാണ്, സ്പെഷ്യൽ ആംബിയൻസ് ആണ്. അവിടെ വന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനിരുന്നു. ഏറ്റവും നല്ലത്, അവൾ അത്രയും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അവൾക്കൊരു ഈസി ചെയർ കൊടുത്തപ്പം ബേബി ചെയർ കൊടുത്തപ്പോൾ അതിലിരുന്ന ആൾ ഉള്ളതൊക്കെ വലിച്ച് താഴെ ഇടുന്നുണ്ടായിരുന്നു. എങ്കിലും ഇരുന്നു. നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് സമാധാനമായിട്ട് ഒരു ലഞ്ച് കഴിക്കാൻ പറ്റി. ഞാൻ കുറച്ച് നോൺ വെജ് ഐറ്റംസ് തന്നെ ഒബിയസ്ലി, ഒന്നിൽ ചിക്കൻ ലോലിപോപ്പും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു. എല്ലാം കഴിച്ച് ചെക്കനും നന്നായി കഴിച്ച് തിരിച്ചു വന്നു. അതിനുശേഷം ഈവനിങ് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് സ്നേഹപ്രകടനങ്ങളൊക്കെ കാണിച്ച് ഞങ്ങളുടെ ദിവസം അങ്ങനെ ഇതാക്കി. വൈകുന്നേരത്തെ ഫുഡ് ഞാൻ അവൾക്ക് 7 o'clockനാണ് കൊടുക്കുന്നത്. അത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, 2 times എന്തൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ കുടുംബസമേതം സ്നേഹങ്ങളൊക്കെ കാണിച്ച് ഞങ്ങളുടെ ദിവസം അങ്ങനെ പോയി. അപ്പോൾ എൻ്റെ കുഞ്ഞു മക്കളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതാണ് കേട്ടോ ഒരു കുഞ്ഞു വീക്കെൻഡ് റൂട്ടീൻ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.